ഹലോ ഫ്രണ്ട്സ്, ബിറ്റോമലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിക്ക് പമ്പാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. BTC ഏകദേശം $93,000-94,000 കറൻ്റ്ലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഓൾ കോയിൻസും അത്യാവശ്യം പമ്പാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ റെസിസ്റ്റൻസും സപ്പോർട്ടും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു നോൺ KYC എക്സ്ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. കാരണം നമുക്കിപ്പോൾ ടാക്സ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആ ഒരു വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് നോൺ KYC എക്സ്ചേഞ്ച് ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്യാം. നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് നല്ല രീതിക്ക് കമൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണുക. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഞാൻ അത് വെപ്പിക്കാൻ നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബൈനാൻസിനെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ BTCയുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1 ഡേ എടുക്കുകയാണ് ഗ്രാഫ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ വീഡിയോ തൊട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലൈനായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ ആ ഡ്രോ ചെയ്തിട്ടുള്ള സെയിം റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലൈൻ തന്നെയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് ഇപ്പോഴും കാണിച്ചു തരുന്നുണ്ടാവുക. ആ ഒരു സെയിം പാറ്റേണിൽ കൂടെ തന്നെയാണ് നമുക്കിപ്പോൾ നമ്മുടെ BTC മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതും കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടുള്ള ആ ഒരു $74,500 വരെ പോയി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് കൂടെ വേണമെങ്കിൽ വരയ്ക്കാം. കാരണം ഈ ഒരു $74,000 താഴെ കൂടെ നമുക്കൊരു ലൈൻ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു BTC ഒന്ന് റീട്രേസ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു നല്ലൊരു സപ്പോർട്ടിലോട്ടേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. $91,746 വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം പിന്നെയും ഒരു റീബൗൺസ് ചെയ്യും. അല്ല, ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും താഴത്തോട്ടേക്ക് ഒരു 88,000 വരെ വരാനുള്ളൊരു പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ BTCയുടെ. ഇപ്പോൾ നമുക്ക് കുറേ ടൈം ഈ ഒരു 88,000 റീട്രേസ്മെൻറ്റ് താഴത്തോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ക്യാൻഡിൽ നല്ല രീതിക്ക് ഒരു വോളിയത്തിൽ ബ്രേക്ക് ചെയ്ത ടൈമിലാണ് നമുക്ക് നല്ലൊരു പമ്പ് ഇവിടെ കിട്ടിയത്. കാരണം നിങ്ങൾക്കിവിടെ നോക്കാം, $74,000-75,000 വരെ ഡംപ് ചെയ്ത് പോയിട്ട് കുറേ ടൈം ഈ ഒരു $87,000 അല്ലെങ്കിൽ $88,000 ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്ത ശേഷമാണ് തിരിച്ച് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം നല്ലൊരു ക്യാൻഡിൽ, നല്ലൊരു വോളിയത്തിൽ നമുക്കിവിടെ ബ്രേക്കായ ടൈമിൽ നമുക്ക് 2 റെസിസ്റ്റൻസും, അതായത് $87,000 റെസിസ്റ്റൻസും അതേപോലെ തന്നെ $91,000 റെസിസ്റ്റൻസ് നമുക്ക് ബ്രേക്ക് ചെയ്ത് നല്ല രീതിക്ക് പമ്പ് ചെയ്ത് പോയി. ബട്ട് ഇപ്പോൾ ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് BTC ഇതേപോലെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചില ഓൾ കോയിൻസൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും എല്ലാ ഓൾ കോയിൻസും കയറിയിട്ടില്ല. എക്സ്പെഷ്യലി എത്ത് തീരെ കയറിയിട്ടില്ല. നമ്മളിപ്പോൾ ടെലിഗ്രാം ചാനലിൽ തന്നെ നിങ്ങൾക്കൊരു പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് ഇയറിൽ BTC $63,000 നിൽക്കുന്ന ടൈമിൽ എത്തീരിയം ഏകദേശം $3,200 നിൽക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കറണ്ട് പ്രൈസ് BTC $94,000 ഉണ്ടെന്നുണ്ടെങ്കിലും ഏകദേശം $1,800, അതായത് 44% ഒരു ഡംപിലാണുള്ളത് ആ ഒരു പ്രൈസ് വെച്ച് നോക്കുന്ന ടൈമിൽ. അപ്പോൾ BTC ഇപ്പോൾ $94,000 ആയ ടൈമിൽ ഏകദേശം ഒരു $4,500 എങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പമ്പ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ബിലോ $2,000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കറൻ്റ്ലി $1,800 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ബൈ ചെയ്യുക, ഹോൾഡ് ചെയ്യുക. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഫ്യൂച്ചറിൽ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല ഗൈസ്, നമ്മൾ ടെലിഗ്രാമിൽ തന്നെ അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് KYC വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട് ബൈനാൻസിൽ ഇന്ത്യൻ യൂസേഴ്സിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മളിപ്പോൾ അവർ കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ക്യാൻസൽ ചെയ്താലും നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന ടൈമിൽ നിങ്ങൾ ചെയ്താൽ മതി, അതായിരിക്കും ബെറ്റർ. ഓക്കെ, കാരണം ഇപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ട്രേഡിങ് ഇഷ്യൂസ് വരുന്ന ടൈമിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ KYC പാൻ കാർഡെല്ലാം റീവെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബൈനാൻസ് ഇന്ത്യയിൽ റെഗുലറൈസ് ചെയ്തിട്ടുണ്ട് ഒരു ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ്റ്സിന് പോകാൻ ചാൻസ് ഉണ്ട്. അവരത് ബേസ് ചെയ്തിട്ട് നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഇയറിൽ അടയ്ക്കാനുള്ള ഒരു പോസിബിലിറ്റീസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യാതെ മാക്സിമം ആ ഒരു ടൈം പറഞ്ഞ ടൈമിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ടോക്കൺസ് നമുക്കിപ്പോൾ നല്ല രീതിക്ക് ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മൾ നേരെ നമ്മുടെ മാർക്കറ്റിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റർ എടുക്കാൻ വേണ്ടി പറ്റിയ ടോക്കൺസ് പറഞ്ഞാലും ഈ ഒരു BTC കയറിയ ടൈമിൽ
കുറേ ടോക്കൺസ് ഒക്കെ കയറിയിട്ടുണ്ട്. മോസ്റ്റ്ലി ഉള്ള എല്ലാ ടോക്കൺസും കയറിയിട്ടുണ്ട്. പക്ഷെ നല്ല രീതിക്ക് കയറാത്ത ടോക്കൺസ് നമുക്ക് ഇപ്പോൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അതിൽ ഫസ്റ്റ് ടോക്കൺ നമ്മൾ ഇത്തീരിയം തന്നെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഡീറ്റെയിൽസ്. ബിലോ $1,800 അല്ലെങ്കിൽ $2,000 നിങ്ങൾ മസ്റ്റായിട്ടും നല്ല രീതിക്ക് ബൈ ചെയ്യുക. നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാം. അതേപോലെ തന്നെ പോള് നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി എടുക്കാം. കാരണം 0.27 പോയിട്ട് പിന്നെയും ഡംപ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് 4 hours ഗ്രാഫ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പോൾ ഏകദേശം കയറി $0.15 വരെ ഡംപ് ചെയ്ത് പോയതാണ്. പിന്നെ ഒന്ന് കയറിയിട്ടുണ്ട്. എന്നാലും നമുക്ക് അത്രത്തോളം കയറിയിട്ടില്ല. ഫ്യൂച്ചറിൽ പോൾ നല്ല രീതിക്ക് കയറാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. BNB ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് മൈനർ ക്വാണ്ടിറ്റി എടുക്കാം. പക്ഷേ വലുതായിട്ട് എടുക്കാൻ ഒരു പോസിബിലിറ്റി കാണുന്നില്ല. കാരണം BNB ഒക്കെ ഏകദേശം ഒരു ഹൈപ്പിൽ കയറി. പിന്നെ ഇപ്പോൾ ഒരു $600-700 വരെയൊക്കെ മാക്സിമം പോകുള്ളൂ. അതിന് മേലെ നമുക്ക് എന്തായാലും കയറാനുള്ള ഒരു ചാൻസ് ഇല്ല. പിന്നെ നമുക്ക് എത്തീരിയം ക്ലാസിക്കിൽ എൻട്രി എടുക്കാം. എത്തീരിയം കയറുന്ന ടൈമിൽ എന്തായാലും എത്തീരിയം ക്ലാസിക്ക് നല്ല രീതിക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2 എത്തീരിയം ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മിനിമം ഹോൾഡ് ചെയ്തെടുക്കണമെങ്കിൽ ബെറ്റർ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഡോജിയിൽ വേണമെങ്കിൽ എൻട്രി എടുക്കാം. ഡോജി ഇപ്പോൾ നമുക്ക് 4 hours നോക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കയറിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡോജി നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4 hours അത്യാവശ്യം പമ്പായിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് എലോൺ മസ്കിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഡോജി അതേപോലെ തന്നെ പേപ്പേ ടോക്കൺ ബോങ്ക് ഇതെല്ലാം നല്ല രീതിയിൽ പിന്നെയും കയറാനുള്ള നല്ല പോസിബിലിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് TRX അത്യാവശ്യം കയറി ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊക്യൂർ ചെയ്തിട്ട് വലിയ യൂസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് ഷിപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. കാരണം അത്യാവശ്യം ഡംബനിൽ തന്നെയാണ് ഇപ്പോഴും കറൻ്റ് ഉള്ളത്. പക്ഷേ ഷിറ്റ് കോയിൻസിലൊക്കെ നമുക്ക് ഇനി എന്തെങ്കിലും മേജറായിട്ടുള്ള ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു പമ്പ് കാണാനുള്ളൊരു പോസിബിലിറ്റീസ് ഉള്ളൂ. പിന്നെ നമുക്ക് ADAയിൽ നല്ലൊരു എൻട്രി നിങ്ങൾ എന്തായാലും എടുക്കുക. കാരണം ADA അത്യാവശ്യം നല്ല രീതിക്ക് പമ്പാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 0.5 ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 0.74 വരെ പോയി. ഇനിയിപ്പോൾ ഡംപായിട്ട് 0.69 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഫ്യൂച്ചറിൽ നല്ല രീതിക്ക് കയറാൻ ചാൻസ് ഉണ്ട്. കാരണം $1.1 വരെയൊക്കെ പോയതായിരുന്നു ആ ഒരു ഹൈപ്പിൽ. പിന്നെയും തിരിച്ച് ഡംപായി. അതുകൊണ്ടാണ് പറയും നിങ്ങൾ എന്തായാലും ADAയിലും കുറച്ച് എൻട്രി എടുക്കുക. ADA XRP ഇപ്പോൾ $2.2 ഒരു ഡംപ് ബിലോ $2 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് കുറച്ച് ടോക്കൺസ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കുറച്ച് നല്ല ടോക്കൺസ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. നല്ല രീതിക്കൊരു പ്രോഫിറ്റ് എടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഗൈസ് സംബന്ധിച്ച് ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതിനയക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ജോയിൻ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, എത്ര ഗുഡ് ബൈ.